KSRTC അങ്ങനെ രക്ഷപ്പെടാതെ ഇപ്പോഴും രക്ഷപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആലോചിക്കുമ്പോൾ KSRTC കേരളത്തിൽ പൊതുഗതാഗത സംവിധാനം ഇത്ര മെച്ചപ്പെട്ട സംസ്ഥാനം കുറവാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പൊതുഗതാഗത സംവിധാനം അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങളായി. KSRTC പോലൊരു പൊതുഗതാഗത സംവിധാനം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നല്ലോ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗത സംവിധാനം അടച്ചുപൂട്ടി സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞു. അവിടെയാണ് കേരളത്തിൽ ഇത് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ലാഭം ഉണ്ടാക്കാനുള്ളതല്ല. ഞാൻ പറയാറുണ്ട്, പൊതുഗതാഗതം എന്ന് പറയുന്നത് പൊതുജനാരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പോലെ ജനങ്ങൾക്ക് സേവനം നൽകേണ്ട ഒരു വകുപ്പാണ്. ലാഭത്തിന് വേണ്ടിയല്ല. ഗവൺമെന്റ് കുറെ പണം മുടക്കിയാണെങ്കിലും ജനങ്ങൾക്ക് പൊതുഗതാഗത സംവിധാനം നിലനിർത്തണം. അതിനുവേണ്ടി കുറെ പണം മുടക്കിയാലും കുഴപ്പമൊന്നുമില്ല. ലത്തീൻ അതിരൂപത അടക്കമുള്ളവയായിട്ട് വിഴിഞ്ഞ സമര സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരു മന്ത്രി അങ്ങയാണ്. അവരുടെ കാര്യങ്ങളിൽ ഏൽക്കുന്നില്ല, അവരുടെ വോട്ട് വാണിച്ച് വിജയിച്ച ഒരാളാണ്. അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് അങ്ങക്കെതിരെയാണ് ആ സമയത്തൊക്കെ. ഇപ്പോൾ ആ അങ്ങ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിയുമ്പോൾ അവര് വ്യക്തിപരമായ ഏതെങ്കിലും തരത്തിലാണ് വിമർശനം നടത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളൊന്നും തന്നെ അത് വ്യക്തിപരമായിട്ട് എനിക്കെതിരെയുള്ളതല്ല, അത് എന്റെ കസേരയ്ക്കെതിരെയുള്ള വിമർശനമാണ്. അതുകൊണ്ട് അതിന് വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും എടുക്കുകയില്ല. എനിക്ക് അങ്ങനെ എന്നെ വ്യക്തിപരമായിട്ട് വിമർശിച്ചതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നി. നിങ്ങൾ തന്നെ എന്തെല്ലാം വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്, അതൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് എടുത്തിട്ടില്ലല്ലോ, ഇനി എടുക്കുകയില്ല. അതെല്ലാം കസേരയോടുള്ള ഒരു വിമർശനമായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ. നാളെയും ഈ KSRTCയുടെ കാര്യത്തില് ഇപ്പോ ഈ മാസവും 121 കോടി രൂപ സർക്കാർ കൊടുത്തു. ഈ സർക്കാർ കൊടുത്ത് ഇങ്ങനെ എത്ര കാലം ഇത് മുന്നോട്ട് പോകും? അല്ലാതെ ഈ ലോകമെമ്പാടും സർക്കാരിന്റെ സഹായത്തോടെയാണല്ലോ ഈ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല. കേരളത്തിലാണ് അല്പം സഹായം കുറവെന്ന് വേണമെങ്കിൽ പറയാം. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇതിനേക്കാളും വലിയ സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങനെയാണെങ്കിൽ പൊതുജനാരോഗ്യ ആശുപത്രികൾക്ക് വേണ്ടി എത്ര കോടിയാണ് ചെലവാക്കുന്നത്? പൊതുവിദ്യാഭ്യാസം സ്കൂളുകൾക്ക് വേണ്ടി എത്ര കോടിയാണ് ചെലവാക്കുന്നത്? അതിന്റെ ഒരു അംശമല്ലേ KSRTC ചെലവാക്കുന്നുള്ളൂ. ഇത് അതുപോലെയല്ല. എല്ലാ കോർപ്പറേഷനുകളെയും പോലെയും പൊതുഗതാഗത സംവിധാനത്തെ നമുക്ക് കാണാൻ കഴിയില്ല. മറ്റേതൊക്കെ അടച്ചുപൂട്ടിയാലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു സിമന്റ് ഫാക്ടറി അടച്ചുപൂട്ടിയാൽ വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. പക്ഷെ പൊതുഗതാഗത സംവിധാനം നിലനിന്നില്ലെങ്കിൽ ജനങ്ങളുടെ വല്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടാകും. അതൊഴിവാക്കാൻ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനുവേണ്ടി ഗവൺമെന്റ് ഇന്ന് ചെലവാക്കുന്നതിനേക്കാൾ കുറെ കൂടി ചെലവാക്കിയാലും നഷ്ടമൊന്നുമില്ല. പിന്നെ പ്രധാനമായിട്ട് 70 കോടി രൂപ പെൻഷനാണ് കൊടുക്കുന്നത്. ആ പെൻഷൻ മാറ്റിവെച്ചാൽ 20 കോടി രൂപയുടെ ധനസഹായം മാത്രമേ പ്രതിമാസം ഗവൺമെന്റ് നൽകുന്നുള്ളൂ. വെറും 20 crores. ആ 20 കോടി മാത്രം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഏത് പൊതുഗതാഗത സംവിധാനമാണ് നിലനിൽക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ മെച്ചപ്പെട്ടൊരു സ്ഥിതിയല്ലേ കേരളത്തിൽ KSRTC ഉള്ളത്. വെറും 20 crores ആണ് ഗവൺമെന്റ് സഹായം എന്ന് പറയാം. കാരണം 70 കോടി പെൻഷന്, 30 കോടി ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള പഴയ കുടിശ്ശിക, 3100 കോടി രൂപയുടെ കുടിശ്ശിക KSRTC അടയ്ക്കുന്നതാണ് പ്രതിമാസം 30 കോടി രൂപ തിരിച്ചു നൽകുന്നത്. അത് നോക്കുമ്പോൾ 70-30 കഴിഞ്ഞാൽ പിന്നെ ഈ 20 crores സഹായമേ ഉള്ളൂ പ്രതിമാസം. ആ സഹായം കൊണ്ട് നിലനിൽക്കുന്നില്ലേ KSRTC? അത് ചെറിയ കാര്യമല്ല. അതിൽ ഞാൻ KSRTC ജീവനക്കാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ. ഓക്കെ, ഇനിയും കാണാം. യെസ്, മന്ത്രി ആന്റണി രാജു ഇപ്പോൾ രാജി നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട ക്ലിഫ് ഹൌസിൽ പോയി രാജിവെച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. മന്ത്രിയായിരുന്ന കാലത്തെ KSRTCയിലെ തന്റെ അനുഭവങ്ങൾ അതൊരിക്കലും ഒരു മുൾക്കിരീടമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം വിഴിഞ്ഞ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങൾ അതൊന്നും വ്യക്തിപരമായി എടുത്തിട്ടില്ല. KSRTCയിലെ ജീവനക്കാർക്ക് മുഴുവൻ ശമ്പളവും കുടിശ്ശികയില്ലാതെ കൊടുത്തു തീർത്ത് പുറത്തിറങ്ങാനായതിന്റെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് കൂടി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങുകയാണ്. സെയ്ഫ് സൈൻ ലാബ്ദീനുണ്ട്. സെയ്ഫ്, 2 മന്ത്രിമാരും കൂടെ രാജി സമർപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇടതുമുന്നണി യോഗമാണ് നിർണായകമായ ആ തീരുമാനം നടത്തേണ്ടത്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇത് സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുശേഷമായിരിക്കുമോ മറ്റ് നടപടിക്രമങ്ങൾ? അത് കഴിയുമല്ലോ. വാർത്താസമ്മേളനം AKG സെന്ററിൽ വിളിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ പ്രഖ്യാപനം അവിടെയാണ് ഉണ്ടാകുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മാത്രം കാത്തിരുന്നാൽ മതി. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. 2 മന്ത്രിമാർ ഇതിനോടകം തന്നെ രാജി സമർപ്പിച്ചു. ഇനി സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 മന്ത്രിമാർ രാജി സമർപ്പിച്ച മുഖ്യമന്ത്രിക്കാണ് മന്ത്രിമാർ രാജി സമർപ്പിക്കേണ്ടത്. മുഖ്യമന്ത്രി ഈ രാജി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കൈമാറും. അദ്ദേഹം അത് വിജ്ഞാപനമായി പുറത്തിറക്കും. അതോടുകൂടിയാണ് ഇവർ മന്ത്രി അല്ലാതെയായി മാറുന്നത്. അതൊരു സാങ്കേതികത്വം മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് രാജി സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അത് രാജിയായി തന്നെ കണക്കാക്കാം. പുതിയ മന്ത്രിമാരുടെ കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ തീരുമാനമുണ്ടാകും. KV ഗണേഷ് കുമാർ അല്പസമയം മുമ്പ് ഇവിടെ
മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ പ്രതികരണം ചോദിച്ചിരുന്നു. പക്ഷേ മുന്നണി യോഗം കഴിഞ്ഞതിന് ശേഷം വിശദമായി പ്രതികരിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അകത്തേക്ക് പോയത്. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇനി വരാനുള്ളത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുകയും ചെയ്യും. 2 വകുപ്പുകളാണ് ഒഴിയുന്നത്, ഗതാഗത വകുപ്പും അതുപോലെ തന്നെ തുറമുഖ വകുപ്പും. ഈ 2 വകുപ്പുകളും പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളായി വിലയിരുത്തപ്പെടുന്നതാണ് ഈ 2 വകുപ്പുകളും. ഒരു സർക്കാരിന്റെ, ഏത് സർക്കാരായാലും കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കാണുന്നതാണ്, ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഏറ്റവും കൂടുതൽ തലവേദനയുള്ള വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗതാഗത വകുപ്പാണ്. KSRTC ഭരിക്കുന്ന മന്ത്രിയുടെ വകുപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കാലങ്ങളായി KSRTC നേരിടുന്ന പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധി. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി, വർഷങ്ങളായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ആ വകുപ്പ് മികച്ച രീതിയിൽ ആന്റണി രാജു കൈകാര്യം ചെയ്തു എന്നാണ് മുന്നണി നേതൃത്വം വിലയിരുത്തുന്നത്. അതിന് കാരണം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ 2.5 വർഷം സംസ്ഥാന സർക്കാർ KSRTCയും എല്ലാം കടന്നുപോയത്. തുടർച്ചയായി ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുന്നു. പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായി ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. സംസ്ഥാന സർക്കാർ ഓരോ മാസവും 30 കോടി രൂപയോ 50 കോടി രൂപയോ എല്ലാം വായ്പ കൊടുത്തിട്ടാണ് ഇത് നടന്നു പോകുന്നത്. KSRTCയുടെ ഒരുപാട് ഭൂമിയുണ്ട്. അത് പണയം വെച്ചടക്കം KSRTCയിൽ നിന്നടക്കം പണം എടുത്തിട്ടുണ്ട്. എന്നിട്ടും പ്രതിസന്ധികൾ പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഓരോ ബജറ്റ് വരുമ്പോഴും കൂടുതൽ ബസ്സുകൾ KSRTCക്ക് വേണ്ടി അനുവദിക്കുന്നുണ്ട്. ഈ സമീപകാലത്ത് ഒരുപാട് ബസ്സുകൾ KSRTC വാങ്ങിയിട്ടുണ്ട്. ഇതിനിടയിലാണ് തൊഴിലാളി യൂണിയനുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ വകുപ്പിൽ ഉയർന്നു വരുന്നത്. CITUവിന്റെ മുൻ നേതാവ്, സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആനത്തലവട്ടം ആനന്ദൻ, അന്തരിച്ച ആനത്തലവട്ടം ആനന്ദൻ പോലും CMD ഓഫീസിന് മുന്നിൽ എത്തി CMDയെയും മന്ത്രിയും അടക്കം പരസ്യമായി വിമർശിച്ചിട്ടുണ്ട്. തൊഴിലാളി യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ആ വകുപ്പിൽ നടത്തി വന്നിരുന്ന പരിഷ്കാരങ്ങൾ, സിംഗിൾ ഡ്യൂട്ടി അടക്കമുള്ള പരിഷ്കാരങ്ങളോട് വലിയ രീതിയിലുള്ള എതിർപ്പ് തൊഴിലാളി യൂണിയൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വഴങ്ങാൻ വേണ്ടി ആദ്യഘട്ടത്തിലൊന്നും മന്ത്രി അടക്കമുള്ളവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നതിനിടയിലാണ് ഈ വകുപ്പിനെ 2.5 വർഷം ആന്റണി രാജു കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഇല്ല. അദ്ദേഹത്തിന് എടുത്തു പറയാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പ് ഭരിക്കുന്ന സമയത്ത് വിവാദങ്ങളുണ്ടായാലും AI ക്യാമറ സ്ഥാപിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ 2.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗമായി നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. പിന്നീട് KSRTCയിലെ ഡ്യൂട്ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ ആന്റണി രാജു നടത്തിയിട്ടുണ്ട്. KSRTCക്ക് പുതിയ ബസ്സുകൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പുതിയ ബസ്സുകൾ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് KSRTC വാങ്ങിയ മികച്ച ബസ്സുകൾ ആന്റണി രാജുവിന്റെ കാലത്താണ് എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമില്ല. അഴിമതി ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടില്ല. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പഴയ കേസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായി. അത് ആ കേസ് ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ അടക്കം ആ കേസുകൾ നടന്നു പോവുകയാണ്. പക്ഷേ ഈ 2.5 വർഷക്കാലം ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ആരോപണങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടില്ല. AI ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് മന്ത്രിക്ക് നേരെ മാത്രമായിരുന്നില്ല, അത് സർക്കാരിനെതിരെയുള്ള ആരോപണമായി ഉയർന്നു വരികയാണ്. അങ്ങനെ വലിയ പ്രതിസന്ധിക്കിടെ 2.5 വർഷക്കാലം മികച്ച രീതിയിൽ അദ്ദേഹം ഈ വകുപ്പിനെ കൊണ്ടുപോയി എന്ന വിലയിരുത്തലാണ് മുന്നണി നേതൃത്വത്തിന് ഉള്ളത്. 1996-ൽ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നാണ് ആന്റണി രാജു ആദ്യമായി കേരള നിയമസഭയിലേക്ക് വരുന്നത്. 2001-ൽ MP രാഘവനോട് അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത്. പക്ഷേ 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും അദ്ദേഹം ജോസഫുമായി പിരിഞ്ഞുകൊണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പാർട്ടി രൂപീകരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 2020 ആയപ്പോൾ ഫ്രാൻസിസ് ജോർജ് ഇടതുമുന്നണിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിലേക്ക് തിരികെ പോയി. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന് 1-2 സീറ്റ് നൽകിയിരുന്നു. അതിൽ ഒരു സീറ്റിൽ മാത്രമാണ് ജയിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് മന്ത്രിയായിരുന്ന MLA ആയിരുന്ന VS ശിവകുമാറിനെ 2021-ൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് വീണ്ടും രണ്ടാമതും എത്തുന്നത്. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒറ്റ MLA മാത്രമുള്ള പാർട്ടിയായിരുന്നു. പക്ഷേ ആർക്ക് സീറ്റ് നൽകണം എന്ന കാര്യത്തിൽ ആ സമയത്ത് ഇടതുമുന്നണി കൂടിയാലോചന നടത്തിയപ്പോൾ അത് 4 MLA-മാരുണ്ട്, ഓരോ സീറ്റുകൾ ഓരോ MLA-മാരുള്ള 4 പാർട്ടികൾ ഉണ്ട്. അവർക്ക് 4 പേർക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാമെന്ന തീരുമാനം മുന്നണി നേതൃത്വം എടുക്കുകയും മുഖ്യമന്ത്രി അത് അംഗീകരിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ആന്റണി രാജു മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് പകരം KV ഗണേഷ് കുമാറിനെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട ചില കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഘട്ടത്തിൽ അന്ന് മന്ത്രിയാകാതെ സെക്കൻഡ് ടൈമിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. അങ്ങനെയാണ് ആന്റണി രാജു മന്ത്രിസഭയിലേക്ക് വരുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ 2.5 വർഷക്കാലം നിരവധി പ്രതിസന്ധികൾക്കിടയിൽ KSRTC മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ആന്റണി രാജു. അദ്ദേഹമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്.